മോർണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഒരു ലക്ഷറി വാഹനമായിട്ടാണ് വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ ഇട്ടിട്ടുണ്ടാകും സംഭവം എന്താണ്. ഇത് മെഴ്സഡീസ് ബെൻസിൻ്റെ GLS 350D ഫോർമാറ്റിക്കാണ്. വണ്ടി V6 എഞ്ചിനാണ് വന്നേക്കുന്നത്, ടെർബോ ചാർജ് എഞ്ചിനാണ് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് ടോർക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 620 Nm ടോർക്കും കാര്യങ്ങളൊക്കെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി നല്ല ബോഡി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ്. പിന്നെ മാത്രമല്ല നമുക്ക് വിലഭാഗം പറഞ്ഞേക്കാൻ തന്നെ ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ ഷോറൂമിൽ തന്നെ ഓണം ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓണം ഓഫർ ഗ്രാബ് ചെയ്യാനായിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത നമ്പറിനകത്തേക്ക് വിളിക്കേണ്ട. പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പറയണം. അപ്പോൾ വണ്ടി നോക്കിയിട്ട് 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. പിന്നെ കിലോമീറ്ററും കാര്യമായിട്ട് ഓട്ടോ ഒന്നുമില്ല, 66,000 ചില്ല കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ വണ്ടി ഇപ്പോൾ നിലവിൽ അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. അത് നമ്മൾ ഇപ്പോൾ കേരളത്തിലേക്ക് ആക്കണമെങ്കിൽ എൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നതാണ്. അത് ഞാൻ എടുത്ത് പറയാം. അപ്പോൾ ആ ഡീറ്റെയിലൊക്കെ പറയാം. അതിനൊക്കെ മുമ്പ് നമുക്ക് വണ്ടി ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എഞ്ചിൻ ഭാഗം ടയർ കണ്ടീഷനെല്ലാം വിശദമായിട്ട് കാണിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനമാണ്. 2017 ഇതിൻ്റെ മോഡൽ വന്നേക്കണേ. വണ്ടി ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ വണ്ടിയെന്ന്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി ശ്രദ്ധിക്കുക. പിന്നെ വലിയൊരു വാഹനമാണ്. അതായത് ഇഷ്ടം പോലെ സ്പേസ്, നമുക്ക് ഓടി നടന്ന് വേണ്ടി ചാടി മറിഞ്ഞൊക്കെ പോകും. അത്രയ്ക്ക് സ്പേസാണ് ഈ വാഹനം തരുന്നത്. കൂടാതെ തന്നെ ബോഡി ക്വാളിറ്റിയാണ് അതിൻ്റെ അടുത്ത പ്രത്യേകത. ലോ കിലോമീറ്റർ വാഹനമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ബോഡി ക്വാളിറ്റിയൊക്കെ പക്ക മെയിൻറ്റെയിൻ ചെയ്ത് പോയിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ബോഡി ക്വാളിറ്റി നമുക്ക് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ച വണ്ടിയാണ് കേട്ടോ. ബോഡി ക്വാളിറ്റി നമ്മുടെ ഈ വണ്ടിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം നമ്മൾ എവിടെ നോക്കിയാലും ഒരു പുത്തൻ വാഹനം, പുത്തൻ GLS നോക്കണം എങ്ങനെയാണ് ആ രീതിയിലാണ് വണ്ടി ഇപ്പം നിലവിൽ നിൽക്കുന്നത് കേട്ടോ. സൈഡൊക്കെ നോക്കിയാൽ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടി. അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ V6 എഞ്ചിനാണ് വന്നേക്കണം, ടെർബോ ചാർജ് എഞ്ചിനാണ് വന്നേക്കണം. 620 Nm ടോർക്കും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് പവർഫുൾ വണ്ടിയാണത്. പിന്നെ ബാക്കി കാര്യങ്ങൾ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റ് ആയാലും ഒരു പാൻ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ RC നെയിം ചേഞ്ച് കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഇവിടെ തന്നെ ചെയ്തു തരാം. NOC കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേറ്റ് ആയാലും അവർ എടുത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നതായിരിക്കും. അതൊക്കെയാണ് ഷോറൂമിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഒരു ക്ലോസ് ലുക്കിലേക്ക് പോയേക്കാം. ഇവിടുത്തെ വീലാർസിലേക്ക് പോകാം. വീലാർസ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ ബോണറ്റിലേക്ക് പോകാം. ബോണറ്റായാലും വളരെ നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ബോണറ്റിൽ കിട്ടുന്നില്ല. അതേപോലെ നമുക്കിനി വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കാണാം ഫ്രണ്ടിലും ഗില്ലും കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ ബമ്പേഴ്സിലായാലും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്ക് ബമ്പേഴ്സിലും നമുക്കിവിടെ കിട്ടുന്നില്ല. നമുക്ക് ഇവിടുത്തെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസായാലും നീറ്റടിക്കാൻ വീലാർസ് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റടിക്കാൻ അലോയ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്ക് 2 ഡോറും നോക്കാം. 2 ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കാൻ ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നീറ്റടിക്കാൻ വീലാർസും നമുക്ക് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. സൈഡ് പോർഷൻ ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് ഇവിടെ കാണാം. അതേപോലെ നമുക്കിവിടെ ഇവിടെ നോക്കാം. ബമ്പേഴ്സും എഡ്ജസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ടെയിൽ ലാമ്പായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. GLSൻ്റെ ബാഡ്ജ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റിയറിൽ വരികയാണെങ്കിൽ ഡിഫോക്കസും അതേപോലെ റിയർ വൈപ്പറും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ഫോർമാറ്റിക്കിൻ്റെ ബാഡ്ജും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കിയാലും ഒരു സ്ക്രാച്ച് പോലും നമുക്ക് ബമ്പേഴ്സ് കിട്ടുന്നില്ല. സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വീലാർസ് നോക്കാം. വീലാർസ് ആയാലും നല്ല നീറ്റായിരിക്കും വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്നു. ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഡോർ പാഡ്സൊക്കെ നോക്കാം. പക്ക ലക്ഷറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോറിൽ തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ബാക്കി എല്ലാ കൺട്രോൾസും അതേപോലെ നമുക്ക് മിറേഴ്സിൻ്റെ സീറ്റ് മെമ്മറി സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സീറ്റ്സൊക്കെ നോക്കാം. ഉണ്ടോ വെൻറ്റിലേറ്റഡ് സീറ്റ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡൊക്കെ നീറ്റായിരിക്കും ഡാഷ്ബോർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. നമുക്കിവിടെയും ഡ്രൈവിംഗ് മോഡ്സ് സംഭവങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റിയറിങ്ങിൽ മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡുവൽ സൺറൂഫ് നമുക്കിവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ റിയർ നോക്കാം. റിയർ ആയാലും സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കേട്ടോ നമുക്ക് ബാക്കിലേക്ക് നോക്കാം. ഒന്ന് എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോകാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഡോർ പാഡ്സൊക്കെ നോക്കാം. പക്ക ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് കിട്ടുന്നുണ്ട്.
അതേപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യും ബ്ലോക്കിൻ്റെ ആ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളും കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം അല്ല, നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ നമുക്കിനി റിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് നമുക്ക് കൂളായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള റിയർ സീറ്റ്സും തേർഡ് റോ സീറ്റ്സും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. കണ്ടോ, ഇനി നമുക്ക് പയ്യെ ഡോറൊന്ന് ക്ലോസ് ചെയ്തിട്ട് എൻജിൻ റൂമും ബൂട്ടും കാര്യങ്ങളും നോക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു GLS സ്വിഫ്റ്റിയുടെ ആ ഒരു എൻജിൻ റൂം. കണ്ടോ, എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടോ നോക്കി, ലീക്കേജോ സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കാം, പേസ്റ്റിങ് ശ്രദ്ധിക്കാം. അതാ നമുക്കിനി ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കാണാം. കേട്ടോ, നീറ്റാണെങ്കിൽ ലിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ നോക്കാം, ഇവിടെയും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഫുള്ള് മാസ്ക് ചെയ്തേക്കണത് നമുക്ക് പിന്നെ ലോവർ പോർഷൻ കിട്ടുന്നില്ല. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നമുക്കിനി ബൂട്ടിലേക്ക് ഒന്ന് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ലിഡൊന്ന് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. കുഴപ്പമില്ലാത്ത ബൂട്ടുണ്ട്, നമ്മൾ വിചാരിച്ച പോലെയല്ല. വണ്ടി വലിയ വാഹനം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്ലാറ്റ്ഫോം നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് സ്പെയർ വീലും കാര്യങ്ങളും വരുന്നുണ്ട്. സ്പെയർ വീൽ റൂമായാലും പക്ക നീറ്റായിട്ട് സ്പെയർ വീൽ റൂം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ ഫോൾഡബിൾ ആയിട്ടുള്ള നമുക്ക് പാർസൽ ട്രെയും കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടെ എഡ്ജസ് നോക്കിയേക്കാം. എഡ്ജസ് എല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നു. മെറ്റലെല്ലാം വന്നേക്കണം. അപ്പോൾ അതിൻ്റെ പേര് നമുക്കിനി റസ്റ്റിങ് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ലിഡ് നോക്കിയേക്കാം. ലിഡായാലും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്ക് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. GLS 350D ആണ്. V6 എഞ്ചിനാണ് വന്നേക്കുന്നത്. ടെർബോ ചാർജറാണ്. അതുകൂടാതെ തന്നെ വണ്ടി നിലവിൽ ഇപ്പോൾ ഓണം ഓഫറിൽ ആയതുകൊണ്ട് തന്നെ ഓണം ഓഫറൊക്കെ വണ്ടിയിൽ നടക്കുന്നുണ്ട്. ഈ വണ്ടി മാത്രമല്ല, ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളിലും ഓണം ഓഫർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം പറയുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് വാഹനത്തിന് വേറെ കുറച്ച് സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ഈ ഷോറൂമിൽ നമുക്ക് പാൻ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ നിങ്ങൾക്ക് NOCയും ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ എത്രയാണ് അത് നമുക്ക് ഷോറൂമിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടീനെക്കുറിച്ച് വിശേഷങ്ങൾ. ഇനി നമുക്കിനി റേറ്റിലേക്ക് പോയേക്കാം. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് പറഞ്ഞേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജ്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 55 ലക്ഷം രൂപയാണ്. 55 lakhs rupees. അപ്പോൾ ഈ വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ട് വിളിക്കാം. ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം, സംസാരിക്കാം. ഓഫർ ഓണം തീർന്നേക്കാകുമ്പോൾ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഓണം ഓഫറും കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.